എന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി കമ്പത്തേര് കൊണ്ട് അംഗം കുറിക്കാൻ ജോലി പിടിച്ച പടവാളുകൾ ഒരുക്കു മുഷ്ടിയ പടവാളാക്കി കടന്നു വന്ന 14 ചാമ്പ്യൻ പടയാളികൾ. നമസ്കാരം. പാലക്കുഴിയിലാണ്. പാലക്കുഴി ഫെസ്റ്റ് നടക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ അഖില കേരള വടംവലി മത്സരം നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ ഒരു കുട്ടികളുടെയും അങ്ങനെ മറ്റ് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പാലക്കുഴി ഫെസ്റ്റ് എന്ന പേരിൽ കഴിഞ്ഞ കൊല്ലം മുതൽ ആരംഭിച്ചു. ഈ കൊല്ലം അതിവിപുലമായിട്ടാണ് ഇവിടെ നടത്തുന്നത്. വടക്കഞ്ചേരിയിൽ നിന്നും 18 കിലോമീറ്റർ വരുന്ന വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആവാൻ പോകുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോഴും നിരവധി ആളുകൾ ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയൊരു നക്ഷത്രം ഉയർത്തിയ ആ ഒരു മണ്ണിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു ദേവാലയത്തിൻ്റെ ഗ്രൗണ്ടിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് ചോദിച്ചറിയാം ഇതിൻ്റെ ഭാരവാഹികളുണ്ട്, എന്താണ് ഇങ്ങനെ ഒരു ആശയം പാലക്കുഴി പോലെയുള്ള ഒരു സ്ഥലത്ത്. ശരിക്കും ഒരു കാട് പ്രദേശം എന്ന് പറയാം, ഗ്രാമപ്രദേശം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരിക്കും ഒരു കർഷകരുള്ള ഒരു വലിയൊരു പ്രദേശത്ത് ഇങ്ങനെ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കാനുണ്ടായത് എന്താണ്? നമസ്കാരം. നമസ്കാരം. ഇത്രയും വലിയൊരു തോതിൽ, അതായത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു വടംവലി ഫെസ്റ്റ് നടത്താൻ എങ്ങനെയാണ് നിങ്ങൾക്കൊരു പ്രചോദനം ഉണ്ടായത്? വടംവലി ഫെസ്റ്റ് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 40-50 വർഷം കുടിയേറിയ ആൾക്കാരാണ്. 40-50 വർഷം മുമ്പ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. വിവിധ സംസ്കാരവും വിവിധ കൾച്ചറും വിവിധ വിവിധ വിശ്വാസമുള്ളവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഇന്ന് ചേർന്നിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ പാലക്കുഴിയുടെ ഒരു പുരോഗതിക്ക് വേണ്ടി ഈ മലനാടെന്നുള്ളതല്ല, 1700 അടി ഉയരത്തിൽ, സമുദ്രനിരപ്പിൽ നിന്ന് 1700 അടി ഉയരത്തിലാണ് ഈ പാലക്കുഴി പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അല്പം കൂടെ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ തണുപ്പാകും, നല്ല തണുപ്പാകും. മൂന്നാർ ഊട്ടിയെ കവച്ച് വെക്കുന്ന രീതിയിലുള്ള പ്രകൃതി രമണീയമാണ് ഇവിടെ. ഇവിടെ നമുക്ക് ഓഫ് റോഡുണ്ട്, ഹോം സ്റ്റേ ഉണ്ട്, ഫാം ടൂറിസം ഉണ്ട്, ഇക്കോ ടൂറിസം ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. 2000 വർഷം പഴക്കമുള്ള ഈ നന്നങ്ങാടി ഇവിടെയുണ്ട്. അതുപോലെ ഓഫ് റോഡിൻ്റെ പോത്തുമട എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെമ്പരുന്ന് നേരെ മുകളിലേക്ക് 100 അടി പൊങ്ങിയിട്ട് നേരെ താഴേക്ക് വരുന്ന ഒരു പ്രതിഭാസം ഈ കേരളത്തിൽ ഈ പാലക്കുഴി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. വിവിധ രീതിയിലും വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഉണ്ടാകാത്ത എല്ലാവിധ സസ്യങ്ങളും സ്പൈസസ് ഐറ്റംസും ഈ പാലക്കുഴി എന്ന പ്രദേശം ഇവിടെയുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയും ടൂറിസം കൊണ്ടുവന്ന് ലോകത്തെ പരിചയപ്പെടുത്തുക. പാലക്കുഴി എന്താണെന്ന്, കിഴക്കഞ്ചേരി പഞ്ചായത്ത് എന്താണെന്ന്, കിഴക്കഞ്ചേരി വില്ലേജ് എന്താണെന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഒറ്റക്കെട്ടായിട്ട് പാലക്കുഴി ഉൾപ്പെടെ ഇവിടുത്തെ മെമ്പർ ഉൾപ്പെടെ കമ്മിറ്റിക്കാരുൾപ്പെടെ 60 അംഗ ചെറുപ്പക്കാരുടെ ഒരു ടീമാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഈ പരിപാടി ആദ്യമേ തുടങ്ങിയത്. ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും 4 ഇരട്ടി വിപുലമായ രീതിയിലാണ് ഇത് നടക്കുന്നത്. അടുത്ത വർഷവും അതിൻ്റെ പിന്നത്തെ വർഷവും ഇതിനേക്കാളും 4 ഇരട്ടി വിപുലമായ രീതിയിൽ ഇത് നടത്തിക്കൊണ്ട് പോകും. ഞങ്ങൾ യുവാക്കളാണ് ഇതിൻ്റെ കരം. പാലക്കുഴിക്കാരെ കുറിച്ച് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇവിടെ സത്യം പറഞ്ഞ ഒരു വലിയ നക്ഷത്രം ഉയർത്തുമ്പോൾ മനസ്സും ശരീരവും വളരെ ആരോഗ്യ ദൃഢഗാത്രമായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ഒപ്പം നമുക്കൊപ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ, അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ കൺവീനർ കൂടി ആയിട്ടുള്ള പോപ്പിച്ചേട്ടൻ എന്ന പേരിൽ വിളിക്കുന്ന വ്യക്തിയുണ്ട്. നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ വേളയിൽ ജനങ്ങളോട് പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാനുള്ളത്? പാലക്കുഴി ഫെസ്റ്റ് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഉത്സവമാക്കി ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ തന്നെയല്ല, കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ പാലക്കുഴി ഫെസ്റ്റിൽ ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വലിയൊരു കൂട്ടായ്മ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളൊരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കേരളത്തിൻ്റെ മിനിസ്റ്ററും അതുപോലെ നമ്മുടെ ആലത്തൂർ MLA, അങ്ങനെ പ്രഗത്ഭ വ്യക്തികൾ, ഇസാഫിൻ്റെ MD അടക്കം, സിനിമാ നടനടക്കം പ്രശസ്ത വ്യക്തികളാണ് ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തത്. അപ്പോൾ വലിയൊരു ജനഹൃദയങ്ങളിൽ ഈ പാലക്കുഴി ഫെസ്റ്റ് ഇപ്പോൾ നിലവിൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് 2ാം വർഷമാണ്, കഴിഞ്ഞ വർഷമാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 2ാം വർഷം വളരെ വിപുലമായ രീതിയിൽ വന്നിരിക്കുകയാണ്. അടുത്ത വർഷത്തെ പാലക്കുഴി ഫെസ്റ്റ് പാലക്കുഴിയെ കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ ഒരു രേഖയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ അടുത്ത വർഷത്തെ പാലക്കുഴി ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും പാലക്കുഴിയെ കേരളത്തിൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി അടയാളപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് പാലക്കുഴി. അപ്പോൾ ഇവിടെ ഇന്നലെ നമ്മൾ ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് ഇന്നലെ ഇവിടെ പാലക്കുഴിക്കാർക്ക് ഒരു വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സിബിഷൻ, ഇവിടുത്തെ ആളുകളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു എക്സിബിഷൻ ഹാളുണ്ട്. ഇപ്പോൾ നമ്മുടെ ചുറ്റും നമുക്ക് കണ്ടറിയാം. വിവിധ കേരളത്തിൻ്റെ ഏകദേശം 30ഓളം വരുന്ന വടംവലി സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് 6 മണി മുതൽ വൈകിട്ട് 12 മണി വരെ ഉണ്ടായിരിക്കുമെന്നാണ് അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും പാലക്കുഴിക്കാർക്ക് നമ്മുടെ വക കൂടി ഒരു സപ്പോർട്ട് നമ്മൾ അറിയിക്കുകയാണ്. നമ്മുടെ ഒപ്പം യുവാക്കളുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കായിക അധ്യാപകനും കൂടി ആയിട്ടുള്ള. നമസ്കാരം. എന്താ പേര് പറഞ്ഞേ? അബിൽ. എന്താണ് പാലക്കുഴിയെ കുറിച്ച് പറയാനുള്ളത്, അതായത് പാലക്കുഴിയിലെ യുവാക്കളെ കുറിച്ച് പറയാനുള്ളത്, മറ്റുള്ളവരെ കുറിച്ചും?
ഞങ്ങൾ ഇവിടെ ചെറുപ്പം മുതൽ ഞങ്ങൾ ഏട്ടന്മാരായിട്ട് ഒരുപാട് ഞങ്ങൾ സ്പോർട്സ് കാര്യങ്ങളൊക്കെ അവരുടെ ഏട്ടന്മാരിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഞങ്ങൾ അതിൽ നിന്ന് അങ്ങനെ തുടങ്ങി. അതിനുശേഷം ഞങ്ങളിവിടെ നല്ലൊരു ടീമും കാര്യങ്ങളും ഉണ്ടായിരുന്നു ക്ലബ്ബ് വൈസിൽ. ഒരുപാട് കുട്ടികൾ പിന്നെ പുറത്തേക്കൊക്കെ പോയതുകൊണ്ട് അങ്ങനെ അവരാ ടീം പിന്നെ ഇപ്പോൾ ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു ടീമിനോടുള്ള ഓണത്തിനും എല്ലാ വർഷവും ഓണത്തിനും ഇതുപോലെ തന്നെ വടംവലി ഞങ്ങൾ വെക്കാറുണ്ട്. അതൊരു വലിയൊരു ഫസ്റ്റ് ആയിട്ട് ഉയർത്തിക്കൊണ്ടുവന്നില്ല. ഇനി എല്ലാ കൊല്ലവും ഇതുപോലെ തന്നെ ഗംഭീരമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ നടത്താനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലാൻ. ഏകദേശം എത്രത്തോളം അംഗങ്ങളുണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ ഒത്തുചേരാൻ? ഞങ്ങൾ ഒരു 70-ഓളം പേര് ഒറ്റക്കെട്ടായിട്ട്. പലരും ഗൾഫിലാണെങ്കിൽ പോലും അവരുടെ ഒരു സഹകരണം അവർ പല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഫണ്ട് വേണം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇവന്റ് നടക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ് അതായത് പ്രവാസികളുടെ ഭാഗത്തുനിന്ന് വലിയൊരു, അതായത് പാലക്കുഴിക്കാരായ പ്രവാസികളുടെ ഭാഗത്തുനിന്ന് വലിയൊരു സപ്പോർട്ട് ഉണ്ട്. സ്ഥലം മാറിപ്പോയവരുണ്ട്, പിന്നെ ജോലിയായിട്ട് പുറത്ത് നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തന്നെ അവരപ്പം തന്നെ എല്ലാ സഹകരണവും അവരുടെ കയ്യിലുണ്ടാവും. പിന്നെ നാട്ടുകാർ, ഇപ്പോൾ ഇവിടെയുള്ള യുവാക്കള് എല്ലാ ജാതി മതഭേദം പിന്നെ രാഷ്ട്രീയം അതൊന്നും ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു ഐക്യം, സന്തോഷം അതുണ്ട് എല്ലാവർക്കും. എല്ലാവരുടെ ഒത്തൊരുമയാണ് ഇത്രത്തോളം ഈ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയുന്നത്. ഈ നാട്ടിലെ മറ്റൊരു നാടിനെ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് ഈ നാട്ടിൽ. കാരണം അതായത് ഒറ്റക്കെട്ടായിട്ട് ഒരു നാടിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നാടാണ് ഇവിടുത്തെ. അതാണ് ഇത്രത്തോളം വൻ വിജയമാക്കി വടംവലിയെ തീർക്കുന്നത്. നാട്ടുകാർ ഓരോരുത്തരും പറയുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതായത് ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ ഒരു ചെറിയൊരു പ്രദേശം കേരളത്തിൽ അടയാളപ്പെടുത്താവുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാവാൻ പോകുന്ന, അല്ലെങ്കിൽ ചെറുതായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? മണ്ണാർക്കാട് അട്ടപ്പാടിയിൽ. നിങ്ങൾ ഇതുപോലെ പോവാറുണ്ടോ? ഇടുക്കിയിലൊക്കെ പോയിട്ടുണ്ട്. അതല്ലേ. പിന്നെ മലപ്പുറം, തൃശ്ശൂര്. ഞങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് നമ്മുടെ. അതല്ലേ. നിങ്ങളെങ്ങനെ കപ്പടിക്കാറുണ്ടോ? ഇതിനു മുമ്പ് ഇതിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഒരു സാധാരണ നോർമൽ ടീമാണ്. പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അട്ടപ്പാടിയിൽ നടന്ന ഒരു ബി ക്ലാസ് വരി ഉണ്ട്, അഖില കേരള ബി ക്ലാസ് വരി. അതിനകത്ത് 2ാം സ്ഥാനം എത്തി. പിന്നെ നമ്മൾ 6ാം സ്ഥാനം എത്തിയിട്ടുണ്ട്, 8ാം സ്ഥാനം എത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് പറയാൻ പറ്റിയതുള്ളത്. പിന്നെ നമുക്ക് സ്ഥാനങ്ങളല്ലല്ലോ, മത്സരം. ഈ പ്രദേശമൊക്കെ ഇഷ്ടപ്പെട്ട വളരെ നമ്മുടെ അട്ടപ്പാടിനെ പോലെ തന്നെ ഒരു പ്രദേശം. തണുപ്പും കാര്യങ്ങളും അത്ര തണുപ്പില്ലേലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പ്. അതേ ഒരു മലയും ഇതൊക്കെയാണ്, നല്ലൊരു ഏരിയ ആണ്. 100 അടി വരുന്ന ട്രാക്കാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കയറ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കുഴിയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് കേരളത്തിൽ അടയാളപ്പെടുത്തുന്നതിനായിട്ട് ഇവിടുത്തെ ഒരു കൂട്ടം യുവാക്കൾ, അതുപോലെ തന്നെ വലിയൊരു സമൂഹം, ഏകദേശം 70ഓളം വരുന്ന ആളുകൾ ഒറ്റക്കെട്ടായി, അതുപോലത്തെ ഇവിടുത്തെ എല്ലാ വീട്ടുകാരും സഹകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കൊല്ലം 2 ദിവസങ്ങളിലായിട്ട് തലേ ദിവസം കുട്ടികളുടെ പരിപാടിയും അതുപോലെ തന്നെ ഒരു എക്സിബിഷൻ കൗണ്ടർ അവിടെയുണ്ട്. ഇപ്പോൾ ഈ 5-ാം തീയതി, അതായത് ജനുവരി 5-ാം തീയതി ഇപ്പോൾ ഇവിടെ ഒരു വടംവലി മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഏകദേശം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വരുന്ന 40ഓളം ടീമുകളാണ് ഇവിടെ മാറ്റുരയ്ക്കാൻ പോകുന്നത്. ഇവിടെ 2 സൈഡിലായിട്ട് ഈ പ്രദേശത്തുള്ള ആളുകളും അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വന്ന ആളുകളും ആകാംക്ഷയോടെ കാണാൻ ഇരിക്കുന്നുണ്ട്. എന്തായാലും പാലക്കുഴിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ ഒന്നിനൊന്നോട് മെച്ചപ്പെട്ടുകൊണ്ട് വരികയാണ്. ഇങ്ങനത്തെ പരിപാടികൾ അറിയുമ്പോൾ നിങ്ങളും വന്ന് പങ്കെടുക്കുക, കാണുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വടക്കഞ്ചേരിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പാലക്കാടിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു തൃശ്ശൂർ പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശം കൂടിയാണ് പാലക്കുഴി. അപ്പോൾ ഇങ്ങനെയൊരു ടൂറിസ്റ്റ് കോറിഡോറായി മാറിക്കൊണ്ടിരിക്കുന്ന പാലക്കുഴിയിലെ പരിപാടികൾ ഓരോന്നും ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ചോദിച്ചറിയാം ഇവിടെയുള്ള ആളുകളോട്. നമ്മുടെയൊക്കെ അമ്മമാരുണ്ട്, നമുക്ക് ചോദിച്ചറിയാം. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. നമസ്കാരം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് സന്തോഷത്തോടെ കൂട്ടമായിട്ട് നിന്ന് യോജിച്ച് പെരുമാറുന്നു. ഇന്നലെ ഇസാപ്പ് ചെയർമാൻ ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി പിന്നെ പാൽക്കുളമ്പി കരണ്ട് വരുന്നതിന് മുമ്പ് പാലക്കുഴി വന്നു. അതാണ് പാലക്കുഴിയുടെ യോജിപ്പ്. ആൾക്കാരുടെ സഹകരണം അങ്ങനെയായിരുന്നു. ഞങ്ങൾ 82 പാലക്കുഴി വന്നതാണ്. അന്ന് മുതൽ ഇപ്പം 10-41 കൊല്ലമായി. അന്ന് മുതൽ ഞങ്ങൾ ഇവിടെ കർഷകരായിരുന്നു. അവർ പിന്നെ കൂട്ടമായിട്ട് നിന്ന്, അന്ന് ബസ്സൊന്നും ഇല്ലായിരുന്നു, സൗകര്യം ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് കിഴക്കഞ്ചേരി പോയാൽ പള്ളിക്കുളത്തിൽ പോയി പഠിച്ചുകൊണ്ട്
6ാം ക്ലാസ് മുതൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും യഥേഷ്ടം ഐസ്ക്രീം കഴിക്കാനുള്ള പാർലർ റോഡിന് മുഴുവൻ സേവനം വികാരിച്ചന്റെ റൂമിന്റെ ഫ്രണ്ടിലായിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ ആസ്വാദികരമായ രീതിയിൽ രുചികരമായ ഐസ്ക്രീം KCBയും പിള്ളേരെ അവിടെ കൊടുക്കുന്നുണ്ട്. ബാക്കി ഭക്ഷണം കഴിക്കുന്നവർക്ക് എണ്ണക്കടികളെ ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ അവര് വന്ന് പിന്നെ സ്ഥലം മേടിച്ചു DCM-ൽ ആശ്രമം, പുഷ്പഗിരി ആശ്രമം. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ പള്ളിയിൽ അവരായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അച്ഛന്മാരാണ് കഴിഞ്ഞ വർഷമായി പാലക്കാട് രൂപത ഏറ്റെടുത്തത്. അതുവരെ CST അച്ഛന്മാരായിരുന്നു. അത് അങ്ങനെ ആ അച്ഛനാണ് ഇവിടെ ഓരോ വികസനങ്ങളാക്കിയത്. ഇപ്പം പോസ്റ്റ് ഓഫീസുണ്ട്, പിന്നെ പള്ളിയുണ്ട്, അതുപോലെ ബസ് സൗകര്യങ്ങളുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പം ഇവിടുന്ന് KSRTC രാവിലെയും വൈകിട്ടും ട്രിപ്പ് അടിക്കുന്നുണ്ട്. പിന്നെ 3-4 ചാല് പൊന്നൂസ് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ വികസനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടൗണ് വടക്കഞ്ചേരിയാണ്. വലിയ മക്കളുമായിട്ട് വന്നു കയറുന്നത് ഇവിടെ. ഇതാ 7 വയസ്സുള്ള ആളായിരുന്നു. അമ്മ എവിടെന്നാണ് വന്നത്? ഞാൻ കോട്ടയം കാഞ്ഞിരപ്പള്ളി. എന്തായിരുന്നു അന്ന് വരുമ്പോഴൊക്കെ കൃഷിയൊക്കെ എന്തായിരുന്നു? വെളിച്ച ഈ ഭാഗം അറിയുമ്പോ അല്ല, കൃഷിയൊക്കെ എന്ത് കൃഷിക്കായിട്ട്? ഞങ്ങൾക്ക് റബ്ബർ, കൊടിയൊക്കെ ഞങ്ങൾ ദൂരെ നിന്ന് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കുകയില്ല, നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഭയങ്കര ശല്യം, ആനയുടെ ശല്യം നിരന്തരം. ആനയ്ക്ക് എതിരെ അല്ലെങ്കിൽ സർക്കാരിനായാലും എതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. കർഷകരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക തന്നെ വേണം. അന്ന് ഇതിലും കാടായിരുന്ന സമയത്ത് ഇതിന്റെ പകുതി ശല്യമില്ലായിരുന്നു. ഞങ്ങൾ കൃഷി ചെയ്ത് ഓരോന്നും ഉണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം വീട്ടുമുറ്റത്ത് വരെ വന്ന് പന്നി ഉള്ള കപ്പയെല്ലാം കൊണ്ടുപോകും. തെങ്ങിന്റെ മണ്ടയിലാണ് കുരങ്ങ് വന്ന് ഭയങ്കര ശല്യം. എവിടെ പോയാലും എന്ത് പോയാലും കർഷകർക്ക് പറയുവാനുള്ളത് വനത്തിൽ നിന്നിറങ്ങുന്ന മൃഗങ്ങളെ കുറിച്ചാണ്. അതിനൊരു പരിഹാരം കാണുക തന്നെ വേണം. അത് സർക്കാർ ഇടപെട്ടുകൊണ്ട് ശക്തമായ ഫെൻസിങ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ അത് ചെയ്യുക തന്നെ വേണം. നമ്മുടെ ചാനലൊക്കെ നിരന്തരം ഈ വാർത്തകളായിട്ട് പോകുന്നതാണ്. നമുക്ക് ഇവിടെ കുറച്ച് അമ്മമാരെ ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? അതെല്ലേ. എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? എങ്ങനെയുണ്ട് നാടിന്റെ ഒരു ഐക്യമൊക്കെ? ഇവിടെ എല്ലാവരും ഒന്ന് പറയാനുള്ളത് നാടിന്റെ ഒരു ഐക്യത്തെ കുറിച്ചാണ്. എന്താണ് പറയുന്നത്? എല്ലാവരുമായിട്ട് നല്ല യോജിപ്പായിട്ടാണ്, ജാതിമത ഭേദമന്യേ എല്ലാ ആൾക്കാരും ഒന്നിച്ചു പോകും. ഇവിടെ കൊച്ചു കുട്ടികളുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികളെ മക്കളെ എവിടെ പഠിക്കണേ? അതെല്ലേ. ഇവിടെ എല്ലാ പരിപാടിക്കും പങ്കെടുക്കാറുണ്ടോ? എങ്ങനെയാണ് ഇന്നലെയൊക്കെ പരിപാടിക്കൊക്കെ പങ്കെടുത്താ? അതെല്ലേ, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ. എത്രല്ല പഠിക്കണേ? ഒരു പാട്ട് പാടിയാലോ? അറിയില്ല അല്ലേ? അപ്പൊ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഇവിടെ ട്രാക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഇത് തുടങ്ങുന്ന കാഴ്ചകളോടി നമുക്ക് കാണാം. നമ്മളിപ്പം ഗോപി എന്ന് പറയുന്നൊരു അച്ഛനുണ്ട്. നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ ആദ്യമായിട്ട് ആദ്യ കാലഘട്ടത്തിൽ വന്ന ഒരാളാണ്. നമസ്കാരം. നമസ്കാരം. എന്താണ് പാലക്കുഴിയെ കുറിച്ച്? പാലക്കുഴി പറഞ്ഞാൽ പഴയ കാലത്ത് സമ്പുഷ്ടമായ വിളവൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ്. നല്ല വിളവ്, എല്ലാവരും ആ മണ്ണിൻ്റെ ഫലപുഷ്ടിയും ഇത് കണ്ടിട്ട് കയറിക്കൂടിയതാണ്. ഇപ്പോൾ വളരെ മൃഗശല്യമാണ്. അത് കാരണം ആൾക്കാർ കുറേയൊക്കെ താമസം മാറുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ്. അങ്ങനെയുണ്ട് കുറേ ശല്യങ്ങൾ. അല്ലാതെ ജീവിക്കാൻ നല്ല. ആദ്യം വരുന്ന സമയത്തൊക്കെ ഇവിടെ എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു? ആദ്യം വരുമ്പോൾ 4-5 എസ്റ്റേറ്റിന്റെ കെട്ടിടം മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോ വ്യക്തികൾ വന്നിട്ട് ഇപ്പോൾ 800-900 വീട് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ മാറിപ്പോയി. താഴെ ആൾക്കാർ താമസിക്കാൻ സൗകര്യത്തിന് വേണ്ടി പിള്ളേർക്ക് ജോലിയൊക്കെ ആയിട്ട് താഴോട്ട് മാറിയെന്നല്ലാണ്ട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്, പണിയെടുക്കുന്നുണ്ട്, അങ്ങനെ ജീവിക്കുന്നു. ഇഷ്ടംപോലെ ആദായവും നല്ല മണ്ണും കാലാവസ്ഥയും ജീവിക്കാൻ പണിയെടുക്കുന്നവർക്ക് ജീവിക്കാൻ നല്ല സൗകര്യമുള്ള മണ്ണാണ്. പാവപ്പെട്ടവരാരുമില്ലെന്നുള്ളതാണ് കാര്യം. കൂലിപ്പണിക്കായിട്ട് വന്നവരും അതിജീവനത്തിനായിട്ട് വന്നവരും ജീവിക്കാൻ വേണ്ടി വന്ന കുട്ടികളായിട്ട് കയറിയവരെല്ലാം സ്വയം പ്രാപ്തിയിലെത്തി. അതിനേക്കാൾ ഉപരി കുട്ടികളെല്ലാം നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുന്നുള്ളതാണ്. അതിനകത്തുള്ള കുട്ടികളെല്ലാം ഒന്നെങ്കിൽ ഗൾഫ് രാജ്യങ്ങളും മിക്കവാറും പാലക്കുഴിയിലെ സ്ഥലത്തിന് വില കൂടും. അതെ. ഒന്നാമത്തെ കാര്യം കൂലിപ്പണിക്കാരില്ല, പാവപ്പെട്ടവരില്ല. അത്യാവശ്യം ഒരു 4 ലക്ഷം 5 ലക്ഷം ഏറ്റവും കുറഞ്ഞത് വരുമാനം വാർഷിക വരുമാനം ഉള്ളവരാണ് ഇവിടെ ഉള്ളവരെല്ലാം. അതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരെല്ലാം ജാതി മതം ഭേദമന്യേ ഉള്ളവരും അധ്വാനിക്കുന്നതും അതുപോലെ തന്നെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് CBSE സിലബസും ICSE സിലബസും കൊടുത്ത് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് ഇവിടെ ഉള്ളവരെല്ലാം.
യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. ഭാവി അഭിവൃദ്ധിയുടെയാണ് ഭാവി. അറിയോ, വമ്പൻ രീതിയാണ് ഇവിടെ ഇതിലേക്ക് വരുന്നത്. ടൂറിസം കൂടെ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതിവിടെ ഈ കോട്ടയക്കുളമുള്ള ഒരു ദീപ്തി എസ്റ്റേറ്റിലെ അച്ഛനാണ്. അദ്ദേഹം ഇതുകൊണ്ട് കഞ്ചിപ്പുരത്തിലെ ഒരു പഴയകാല ഒരു കുടിയേറ്റക്കാരനാണ് ജോണി ചേട്ടൻ എന്ന് പറഞ്ഞ്. ഇത്രയുള്ള ആൾക്കാരെല്ലാം അതെ ജോണി ചേട്ടൻ പഴയ കാലം മാറി പുതിയ കാലത്തിലേക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇവിടെ ഞങ്ങൾ ആദ്യം വരുന്ന കാലത്ത് തോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇവിടെ ആൾക്കാർ തോട്ടമെല്ലാം ചെറുതായിട്ട് മുറിച്ച് വിറ്റതിൻ്റെ ഫലമായിട്ട് ധാരാളം കുടിയേറ്റക്കാരുണ്ടായി. വളരെ കഷ്ടപ്പെട്ടൊക്കെ ആൾക്കാർ ഇവിടെ ജീവിച്ചു. ഇപ്പം നല്ല സമ്പന്നരായിട്ടാണ് ജീവിക്കുന്നത്. വികസനം നാട്ടിൻ പുറത്താണ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ കാട്ടിലാണ് എന്ന് പറയേണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ പാലക്കുഴിയിൽ വന്നപ്പോൾ കണ്ടത്. എന്തായാലും ഗ്രാമാന്തരീക്ഷം മാറി കാട്ടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ വരുമ്പോഴും വലിയൊരു വികസനമാണ് ഇവിടെ ഉള്ളത്. ഓരോരുത്തർക്കും, അതായത് വ്യക്തികൾക്ക് വികസനം ഉണ്ടാകുമ്പോഴാണ് ഒരു നാടിന് വികസനം ഉണ്ടാവുക. അതുമാത്രമല്ല ഇവിടെ ഒരു പ്രത്യേക ഒരു കോർഡിനേഷൻ, എല്ലാവരും തമ്മിലുള്ളൊരു കോർഡിനേഷൻ, അത് നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അത് എന്നും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും പാലക്കുഴിക്കാർ അത് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പിൽ ആദ്യ പോരാട്ടങ്ങൾക്കായി ടൗൺ ടീം തൂതം, ന്യൂ ഫ്രണ്ട്സ് കോങ്ങാട് ടീമുകൾ ആദ്യ മത്സരങ്ങൾക്കായി തയ്യാറായി എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരണമെന്ന് അറിയിക്കുന്നു. 40 ടീമുകളാണ് മത്സരത്തിൽ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കിയിരിക്കുന്നത്. അസോസിയേഷൻ നിയമപ്രകാരം 32 ടീമുകളിൽ കൂടുതൽ ടീമുകൾ മത്സരത്തിനെത്തി കഴിഞ്ഞാൽ മത്സരത്തിന്റെ ബെസ്റ്റ് ഓഫ് 3 പോരാട്ടം സെമി ഫൈനൽ മത്സരത്തിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് ടീമിന്റെ ക്യാപ്റ്റന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് ഒറ്റവലി മത്സരമായിരിക്കും. ടീമുകൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു വടംവലി മത്സരം ഇപ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് ഈ നാടിന്റെ ടൂറിസം മേഖലയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി മലയോര കർഷക മേഖലയെ മലയാളക്കരയിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നിങ്ങനെ ഇന്നും ഇന്നലെയുമായി പാലക്കുഴി ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ അതിഗംഭീരമായ നിരവധി പ്രോഗ്രാം നമ്മുടെ ഈ സ്റ്റേജിൽ വെച്ച് നടക്കുകയുണ്ടായി. ഞാനും അത് വീക്ഷിക്കാൻ ഇന്നലെ എത്തിയിരുന്നു. എന്നിരുന്നാലും ഇന്ന് കായിക കേരളം കാത്തിരുന്ന കായിക ലോകത്തിന്റെ മഹാമല്ല യോദ്ധാക്കൾ 40 ടീമുകൾ പോരടിക്കാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ കളിക്കളത്തിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ ടൂറിസം സ്പോൺസർ കൗൺസിൽ അംഗം കൂടിയായിട്ട് പ്രിയപ്പെട്ട ശശിയേട്ടനെല്ലാം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോബി പന്തലാമ്പാടം, അതോടൊപ്പം തന്നെ ഈ നാടിന്റെ പ്രിയപ്പെട്ടവർ, അതോടൊപ്പം തന്നെ ഇതിന്റെ കൺവീനർ കൂടിയായ പോപ്പി അവറുകൾ എല്ലാവരും സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ചെറിയൊരു ചടങ്ങിന് ശേഷം നമ്മുടെ മത്സരങ്ങൾ ആരംഭിക്കുന്നു. ആദ്യമേ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വാർഡിന്റെ മെമ്പറും പോപ്പി അവറുകളെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വടംവലി മത്സരം ഇന്ന് നിങ്ങളിലേക്ക് ആവേശം പകരുന്നതിന് വേണ്ടി അനൗൺസ് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നും കേരള ടെഗോ ഫാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന അനൗൺസർ പ്രിയപ്പെട്ട ശിവകുമാർ തത്വമസീം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. മൈക്ക് പോപ്പി ചേട്ടന് കൈമാറുന്നു. നമ്മുടെ പരിപാടി സമയം പറഞ്ഞതിനനുസരിച്ച് കുറച്ച് വൈകിയിരിക്കുകയാണ്. എല്ലാവരോടും അതിന് ഞങ്ങൾ സംഘടന ആദ്യമായിട്ട് ഒരു ക്ഷമ ചോദിക്കുകയാണ്. പാലക്കാട് ചരിത്രത്തിൽ ആദ്യമായിട്ട് 14 ജില്ലകളിലെയും ടീമുകൾ ഇന്നിവിടെ വടംവലിക്ക് മാറ്റൊരുക്കാൻ പോവുകയാണ്. ആ പാലപ്പുറത്തെ ജനങ്ങളും ഇന്നിവിടെ ഇന്നലെ ഇന്നുമായി നമ്മുടെ പാലക്കുടി ബെസ്റ്റിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് നിങ്ങളെല്ലാ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ അഖില കേരള വടംവലി മത്സരം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പാലക്കാടിന്റെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ പ്രസിഡന്റ് TM ശശിയേട്ടനാണ്. ശശിയേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദ്യമായിട്ട് ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി, നമ്മുടെ ഈ വടംവലി ഇന്ന് 1ാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജോബി
പന്തലാമ്പാടം എന്ന വ്യക്തിയാണ്. ഈ വടംവലിയെ പാലക്കാട് ജില്ലയിലെ എല്ലാ വടംവലി മത്സരങ്ങളെയും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ജോബി ചേട്ടനാണ്. ജോബി ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ NCPയുടെ നേതാവ് ബഷീർ ഖാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഷീർ ഖാനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പ്രമോദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രമോദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പല വിശിഷ്ട വ്യക്തികളും ഇവിടെ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ AT ഇവിടെയുണ്ട്. ATയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാർ ബസീലിയ സ്കൂളിന്റെ പ്രസിഡന്റായ നമ്മുടെ മാഷ് ഇവിടെ എത്തിച്ചേർന്നു. മാഷിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പല ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വികാരിയച്ഛനുണ്ട്. വികാരിയച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിലെ SIയും പോലീസുകാരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ വളരെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഈ നാട്ടിലെ ആപാലവർത്തം ജനങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വടംവലി അസോസിയേഷൻ നടത്തുന്ന പാലക്കാട് ജില്ലാ ടഗ് ഓഫ് വാർ അസോസിയേഷൻ നടത്തുന്ന ഒരു വടംവലി മത്സരമാണ് ഇവിടെ അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി അസോസിയേഷന്റെ തീരുമാനപ്രകാരം എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വടംവലിയെ ഇവിടെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം. അസോസിയേഷൻ തീരുമാനപ്രകാരമാണ് ഇവിടെ വടംവലി നടക്കുന്നത്. എല്ലാ ആൾക്കാരും വന്നിരിക്കുന്ന 14 ജില്ലയിലെ ടീമുകൾ അസോസിയേഷൻ തീരുമാനപ്രകാരം മാത്രമേ ഇവിടെ വലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കർശന നിർദ്ദേശം ഞങ്ങളുടെ സംഘാടന സമിതി ഇവിടെ പറയുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ ഹൃദയംഗമായ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ ചെയർമാൻ കൂടിയായ ചാർലി മാഷിനെ വളരെ സ്നേഹം ക്ഷണിക്കുകയാണ്. ഒരു പ്രസംഗത്തിന് കാര്യമില്ലാന്ന് എനിക്കറിയാം. പ്രസംഗത്തിനെ മടുത്തിരിക്കുന്നതാണ്. നമ്മുടെ ഈ നാടിൻ്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി പ്രത്യേകിച്ച് ടൂറിസം കൊണ്ടുവരുന്നതിന് വേണ്ടി ഓൾ കേരള ലെവലിൽ നിന്ന് 40 അംഗ ടീമുകളാണ് ഇന്ന് ഈ ഓൾ കേരള വടംവലി മത്സരത്തിന് എത്തിച്ചേരുന്നത്. നമ്മൾ ഈ ട്രാക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിന് തൊട്ട് ചേർന്ന് നമ്മുടെ തനതായ രീതിയിൽ നമ്മൾ കോൺക്രീറ്റ് ട്രാക്ക് ഇവിടെ ഉണ്ട്. അത് പടുതായിട്ട് മറച്ചിരിക്കുകയാണ്. യാതൊരുവിധ പക്ഷഭേദവും ഇല്ലാതെ ക്ലിയറായിട്ട് വാട്ടർ ലെവലിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രാക്കാണ് ഇവിടെ സജ്ജമായിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ക്ലിയർ ആയിട്ട് ഓൾ കേരള ലെവലിൽ പ്രത്യേകിച്ച് ഈ വടംവലി ജില്ലാ അസോസിയേഷനെയും ഇവിടെ വന്നിരിക്കുന്ന ശശിയേട്ടൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ നേതാക്കന്മാരെയും എല്ലാത്തിനെയും അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ പാലക്കുഴിക്കാര്, കണിച്ചിപ്പുറത്തുകാര്, പാലക്കാട് കിഴക്കഞ്ചേരിക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ കിഴക്കഞ്ചേരിയുടെ പുരോഗതിക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വടംവലി മത്സരത്തിനെ, ഓൾ കേരള മത്സരത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവിധ പിന്തുണയും നിലക്കിക്കൊണ്ട് ഞാൻ ഭാരതമായി ബോബിച്ചൻ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ തുടക്കത്തിലേക്ക്, ഇതിന്റെ ഉദ്ഘാടനത്തിലേക്ക് ചേട്ടനെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രസംഗത്തിന്റെ പ്രസക്തിയില്ല. വളരെ ആവേശത്തോടുകൂടി വടംവലി മത്സരം കാണുക, അതിന്റെ ആവേശം ഉൾക്കൊള്ളുക എന്നതിന് വേണ്ടി എത്തിയ മുഴുവൻ ആളുകളെയും നിരാശപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നില്ല. ഏറെ സന്തോഷം തോന്നുന്നത് 350 താഴെ വീടാണ് പാലക്കുഴിയിലുള്ളത്. 300. ആ 300-ൽ താഴെ വീടുള്ള പാലക്കുഴിയിൽ പാലക്കുഴി ഫെസ്റ്റ് എന്ന നിലയിൽ കഴിഞ്ഞ 2 ദിവസമായി പാലക്കുഴിയിലെയും കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിലെയും അതല്ലാത്ത മേഖലകളിൽ നിന്നും ആളുകളെ ഉൾപ്പെടെ ഇവിടേക്ക് ആകർഷിക്കാൻ കാരണമാവുന്ന രീതിയിലേക്ക് ഈ പാലക്കുഴി ഫെസ്റ്റിനെ നിങ്ങൾ മാറ്റി എന്നതാണ് ഈ പാലക്കുഴി ഫെസ്റ്റിന്റെ സംഘാടകർ എന്ന നിലയിൽ എനിക്ക് ആദ്യമേ നിങ്ങളോട് അറിയിക്കാനുള്ളത്. വലിയ സന്തോഷം തോന്നി. ഞാൻ ആദ്യം പാലക്കുഴി അവിടെ എത്തിയപ്പോൾ എവിടെ സംഘടിപ്പിക്കും, എവിടെയായിരിക്കും, ഇത് എങ്ങനെയായിരിക്കും എന്നൊരു ഒരു സംശയം ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എല്ലാം തീർന്നു. പാലക്കുഴിക്കാരുടെ മുഴുവൻ ജാതിയുടെയും മതത്തിന്റെയും ആശയത്തിന്റെയും എല്ലാറ്റിനെയും അപ്പുറത്തേക്ക് പാലക്കുഴി എന്ന വികാരത്തിലേക്ക് നിങ്ങൾ എത്തി. ആ വികാരത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കും എന്നുള്ളത് എങ്ങനെയാണ്? ആളുകളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് പെരുമാറാനുള്ളത്. ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ജനപ്രതിനിധി പെരുമാറുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ ഒരു പറ്റം, ഇതിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഒരു പറ്റം ആളുകൾ കൂടെ ഉണ്ടാവുമ്പോൾ അതിനെ കൂടുതൽ നന്നായി പ്രോത്സാഹിപ്പിക്കുക. അത്തരം പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നവരെ കൂടുതൽ അത്തരം പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതിലേക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി ജനങ്ങൾ ആകെ കൂടെ നിൽക്കുക എന്നതാണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സഹായം. അത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൊടുക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഈ കാണുന്നതിൽ അർത്ഥം. അല്ലെങ്കിൽ ഒരിക്കലും ഒരു സംഘാടകർ മാത്രം ജനത്തിന് ഇങ്ങനെ ആവാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ പാലക്കുഴിക്കാരെ മുഴുവൻ, പാലക്കുഴിക്ക് പുറത്തുള്ളവരും നന്നായി സഹായിക്കുന്നു. അതിനെ ഒറ്റക്കെട്ടായി നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു. ഇതിനെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഒരു വടംവലി
മത്സരം കാണാനുള്ള ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേരത്തെ എല്ലാം ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാള് എന്നതുകൊണ്ട് തന്നെ വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും കൂടി അറിയിക്കുന്നു. കൂട്ടത്തിൽ ഇവിടെ സ്വാഗത പ്രാസംഗ്യം പറഞ്ഞ പോലെ പാലക്കുഴി കിഴക്കഞ്ചേരി പഞ്ചായത്തിന്റെ മാത്രം ടൂറിസം കേന്ദ്രമല്ല, പാലക്കാട് ജില്ലയിൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു 10-12 ദിവസം മറ്റൊരു ഡിസ്കഷനിനിടയിലാണ് മനസ്സിലാവുന്നത്, ഈ കേരളത്തിൽ ദേശീയ പാതയിൽ നിന്നും 10 കിലോമീറ്ററിനുള്ളിൽ ഹിൽ ഏരിയ കിട്ടുന്ന ഏക പ്രദേശമാണ് പാലക്കുഴി. വേറെ എല്ലാ പ്രദേശം മാറ്റി നോക്കിയാലും ആ പാലക്കുഴി പോലുള്ള ഈ ഒരു ഇത്രയും ചുരുങ്ങിയ ഡിസ്റ്റൻസിനുള്ളിൽ ഹിൽ സ്റ്റേഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയില്ല. അത് നമ്മുടെ ടൂറിസം മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താനാവുന്നതാണ്. തീർച്ചയായും ഭാവിയിൽ ഇപ്പോൾ ഗവൺമെന്റ് ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൂടി കൊടുക്കുന്നു. ഇത്തരം ആളുകൾക്ക് ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. തീർച്ചയായും പാലക്കുഴിയെയും ആ നിലയിൽ ഇടപെടാനും ചെയ്യാനും കരുത്തു പകരുന്നതാണ് ഇത്തരം ഫെസ്റ്റിവൽ എന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുന്നു. പാലക്കുഴിക്കാരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഇതിന്റെ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളും ടീം അംഗങ്ങളെ പരിചയപ്പെടുന്നു. ടീമുകൾ ലൈനപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ റഫറിമാരും സെന്റർ കോർട്ടിലേക്ക് കടന്നു നിൽക്കുക. ടീമിന്റെ റഫറിമാർ, അസോസിയേഷന്റെ റഫറിമാർ സെന്റർ കോർട്ടിലേക്ക് കടന്നു നിൽക്കുക. പ്രിയമുള്ള കായിക സ്നേഹികളെ, കായിക കേരളത്തിന്റെ കളിത്തട്ടുകളിൽ കമ്പക്കയറുകൊണ്ട് മികവിന്റെ പോരാട്ടങ്ങളെ പടുത്തുയർത്തി കനക കിരീടങ്ങൾ പല ആവർത്തി സ്വന്തം ഷോക്കേസിലേക്ക് എത്തിച്ച ചാമ്പ്യൻ ടീമുകൾ, 40ഓളം ചാമ്പ്യൻ ടീമുകളെ വിളിച്ചു വരുത്തി പാലക്കുഴിയുടെ മണ്ണിൽ, മലയോര മേഖലയായ ടൂറിസം മേഖലയായ പാലക്കുഴിയുടെ മണ്ണിൽ ഇങ്ങനെ ഒരു അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ച മുഴുവൻ സംഘാടക സമിതിയുടെ മുഴുവൻ പ്രിയ സുഹൃത്തുക്കൾക്കും പാലക്കാട് ജില്ലാ ടഗ് ഓഫ് വാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അഗീതവുമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഈ മത്സരം കാണുവാനും അത് വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള മുഴുവൻ കായിക പ്രേമികൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കളിക്കളത്തിലെ ആദ്യ പോരാട്ടത്തിന് ഏതാനും നിമിഷങ്ങൾക്കകം വിശ്വനാഥം മുഴങ്ങുകയാണ്. എബി കൊച്ചുകുടി പടകളത്തിന് സമ്മാനിച്ച വയലറ്റ് വെള്ള കറുപ്പിലെല്ലാം അണിഞ്ഞൊരുങ്ങിയ ചാമ്പ്യൻ മലയാളികൾ ടൗൺ ടീം തൂത, മറുപുറത്ത് ന്യൂ ഫ്രണ്ട്സ് കോങ്ങാട് ടീമുകൾ തമ്മിലുള്ള ആദ്യ പോരാട്ടത്തിന് വിസിൽനാഥം മുഴങ്ങും. കായിക പ്രേമികൾ നല്ല നിറഞ്ഞൊരു കയ്യടി രണ്ട് ടീമിനും സമ്മാനിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ ഒരു പ്രിയ സുഹൃത്ത് സെന്റർ കോർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് എത്തി ചേരുക. പാലക്കുഴിയുടെ മണ്ണിൽ പാലക്കുഴി ഫെസ്റ്റിന്റെ അനുബന്ധിച്ച് അണിയിച്ചൊരുക്കിയ അഖില കേരള വടംവലി മത്സരത്തിന് വിസിൽനാഥം മുഴങ്ങിയിരിക്കുന്നു. കായിക പ്രേമികളുടെ കയ്യടി താളത്തിന്റെ പിൻബലത്താൽ സെന്റർ കോർട്ടിൽ വരച്ചു ചേർത്ത ഭക്തവീണ വിജയത്തിന്റെ മഹാമേരുവിലേക്ക് ആരാധ്യം എന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി 57 കൊണ്ട് അംഗം കുറിക്കാൻ ദൂരെ പിടിച്ച പടവാള് പോൽ ഉരുക്കുമുഷ്ടിയ പടവാളാക്കി കടന്നു വന്ന 14 ചാമ്പ്യൻ മലയാളികൾ. സമാഗതമായിരിക്കുന്ന കായികാവേശത്തിന്റെ സുവർണ്ണ നിമിഷങ്ങളിൽ കായിക പ്രേമികൾക്ക് ആവേശ പെരുമഴയൊരുക്കാൻ കരബലത്തിന്റെ കനൽക്കട്ടയിൽ എതിരാളിയുടെ പതനം വരെ പൊറുങ്ങി പോരാടി ജയിക്കാൻ വെച്ച പോരാളി കൂട്ടങ്ങളായി അരയും തലയും മുറുക്കി കമ്പ കയറുകൊണ്ടൊരു വിട്ടുകൊടുക്കാത്ത പോരാട്ടത്തെ പടക്കളത്തിന് സമ്മാനിക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ കമ്പ കയറിൽ പിടിമുറുക്കിയ ചാമ്പ്യൻ പരിവേഷങ്ങൾ വിജയദൂരത്തിന്റെ 4 അടിയോളം തങ്ങൾക്ക് അനുകൂലമാക്കി ന്യൂ ഫ്രണ്ട്സ് കോങ്ങാട്. എന്നാൽ മലപ്പുറത്ത് തൂതപ്പുഴയുടെ കുഞ്ഞോളങ്ങൾ പൂർണ്ണയേക്കുന്ന തൂതയുടെ മണ്ണിൽ നിന്നും അന്ന് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും ഈ പാലക്കാടിന്റെ പടയോട്ട ഭൂമിയിലേക്ക് കിടക്കാത്ത ചൂടുകളുമായി കടന്നു വന്നത് വെറുതെ അങ്ങ് മടങ്ങി പോകാനല്ല എന്ന് എണ്ണിച്ചേർക്കുന്ന ഒരു പോരാട്ടത്തിന് വേദിയൊരുക്കാൻ എബി കൊച്ചുകൂടി കൈപിടിച്ച് പടക്കളത്തിന് സമ്മാനിച്ച ചാമ്പ്യൻ മലയാളികൾ ടൗൺ ടീം തൂത കൈയടിച്ച് 9.25 അടിയും കൊടുത്ത് വിജയം തങ്ങൾക്ക് അനുകൂലമാക്കി. കൈയടിച്ച് സ്വീകരിക്കേണ്ട മറ്റൊരു പോരാട്ടം
കായിക പ്രേമികളുടെ കയ്യടി താളത്തിന്റെ പിൻബലത്താൽ വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി തന്നെ കളിക്കളത്തിലേക്ക് കടന്നു വന്ന 14 ചാമ്പ്യൻ പടയാളികൾ. സ്വീകരിക്കേണ്ട പോരാട്ടത്തിന്റെ നടുതളത്തിലേക്ക് ബി ഗ്രൂപ്പിലെ പോരാട്ടങ്ങൾ കളമൊരുങ്ങുന്നു. 680 724 PO കുറ്റിച്ചിറ ചാലക്കുടി. കളിക്കളത്തിൽ ഇളനീല കുപ്പായക്കാരായി ഒരു പുറത്തെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജില്ലാ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി കനക കിരീടത്തിൽ മുത്തമിട്ട് കടന്നുപോയ മലയാളക്കരയിലെ ചാമ്പ്യൻ ടീമുകളിലൊന്ന് ഷാഡോസ് കരിയോട് മണ്ണാർക്കാട്. സ്റ്റെഫിൻ എന്ന അതിനായകന്റെ ശിക്ഷണത്തിൽ പോരാട്ട ഭൂമിയിൽ നിലയുറപ്പിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ നടുതളം സമ്മാനിച്ചുകൊണ്ട് 10 അടിയുടെ വിജയദൂരത്തിലേക്ക് അവസാന വരിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചുവടുകൾ ഉറപ്പിക്കുന്നുവെങ്കിൽ ചാലക്കുടിയുടെ മണ്ണിൽ നിന്നും കടന്നു വന്നത് വെറുതെയല്ല എന്ന് തെളിയിക്കുന്ന ഒരു പോരാട്ടത്തെ കാഴ്ചവെക്കാൻ ഉറച്ചുകൊണ്ട് തന്നെ 680 724 PO കുറ്റിച്ചിറ എന്ന ഇളനീല കുപ്പായക്കാർ പോരാട്ടത്തിന്റെ അവസാന വരെയും എതിരാളിക്ക് മേൽ പോരാടുക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിൽ കായിക സ്നേഹികളുടെ കയ്യടിത്താളങ്ങളുടെ പിൻബലത്തിൽ ആവേശത്തിന്റെ പേര് തെളിയിച്ച് കടന്നു പോകാനുറച്ച് കടന്നെത്തിയ പടയാളി കോട്ടങ്ങൾ എന്നാൽ അവസാന വരിയിലേക്ക് പാലക്കാടിന്റെ ചെമ്പട പടയാളികൾ ഷാഡോസ് കരിയോട് വൈലന്റ് ടൈഗേഴ്സ് പാലക്കുഴിയുടെ പോരാളികൾ അവസാന വരിയും താണ്ടി മത്സരത്തട്ടങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ്. ചെങ്ങാട്ടും യുവതാര തോടിപ്പാർ വൈലന്റ് ടൈഗേഴ്സ് പാലക്കുടി സ്പോൺസർ ചെയ്യുന്ന സാറ്റർഡേ കാർ ചെങ്ങാട്ടും. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാതെ വയ്യ, ഇത്രയും നേരവും നമ്മൾ അനൗൺസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു നാമധേയമാണ് വൈലന്റ് ടൈഗേഴ്സ് പാലക്കുടി. ഇന്നലെ ഞങ്ങൾ ഈ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടി ഇവിടെ കടന്നെത്തിയപ്പോൾ കേവലം 30 ടീമുകൾ ടൈഗേഴ്സ് പാലക്കുഴിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇതും കൂട്ടാളികളെല്ലാം ഇവിടെയുണ്ട്. അവർക്ക് നിങ്ങളുടെ നിരന്തര കയ്യടി ആദ്യമേ നൽകിക്കൊണ്ട് അടുത്ത മത്സരങ്ങളിലേക്ക് പ്രവേശിക്കാം. ടീം റിപ്പോർട്ട് ചെയ്യുക ടൈഗേഴ്സ് പാലക്കുടി. പാലക്കുഴിയിലാണ് പാലക്കുഴിയിൽ നടന്ന ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നടന്ന വടംവലി മത്സരവും നമ്മൾ കണ്ടു. എന്തായാലും പാലക്കുഴിക്കാരുടെ ഒരു കരുത്ത്, ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കരുത്താണ് നമ്മളിവിടെ കണ്ടത്. നമ്മുടെ വാർത്തകൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വാർത്തകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുപിടിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റു വാർത്തകളുമായിട്ട് ഇനിയും കണ്ടുപിടിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.